ത്രിയേക ദൈവത്തിന് സ്തുതി. ഉണർവ് 2025 പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കടന്നു വന്നിരിക്കുന്നത് പുതുശ്ശേരി പ്രിയപ്പെട്ട കുര്യാക്കോ എന്ന് പറയുന്ന അപ്പച്ചൻ്റെ അടുത്താണ്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഉണർവ് 2025 സ്വാഗതം. അപ്പച്ചന്റെ പേരൊന്ന് പറയാമോ? കുര്യാക്കോ. ഏത് വർഷം ജനിച്ചതെന്ന് ഓർമ്മയുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. മാതാപിതാക്കളുടെ പേരൊക്കെ ഒന്ന്. മാതാപിതാക്കളുടെ അമ്മയുടെ പേര് അന്നൂന്ന്, മറ്റേ അപ്പന്റെ പേര് പൈരീന്നായിരുന്നു. അവർക്ക് എന്തായിരുന്നു? കൃഷിപ്പണിയായിരുന്നു. നെൽകൃഷിയായിരുന്നു അതോ? നെൽകൃഷിയായിരുന്നു. നിങ്ങൾ എത്ര പേരാ മക്കള്? ഞങ്ങള് രണ്ടാണും 2 പെണ്ണുമായിരുന്നു. ഞാനും എൻ്റെ ഒരു പെങ്ങളും ഉണ്ട്. നിങ്ങൾ 2 ആമക്കൾക്കും കൃഷി തന്നെയായിരുന്നു? കൃഷി തന്നെയായിരുന്നു. അപ്പച്ചന് എന്തൊക്കെ കൃഷികളായിരുന്നു? എനിക്ക് ഇന്നത്തെ കാലത്ത് നെൽകൃഷി ഉണ്ടായിരുന്നു. പയർ നട്ടു തുടങ്ങിയിട്ട് ഒരു 10-30 കൊല്ലം ആയുള്ളൂ. അതിന് മുമ്പൊക്കെ നെൽകൃഷിയായിരുന്നു. പിന്നെ ആരെങ്കിലുമൊക്കെ പണിക്ക് പോകും. പശു, ആട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു? പശു, ആടുണ്ട്, അതൊക്കെ വിറ്റ് ഇപ്പൊ സ്വസ്ഥമാണ്. പ്രധാനപ്പെട്ടത് നെൽകൃഷി ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ. നമുക്ക് സ്വന്തമായിട്ട് പാടം ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ നെൽകൃഷി ഉണ്ടോ? ഇപ്പൊ ഇല്ല, കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നു. സജീവമായിട്ട് അത് ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം വരെ അത് ഉണ്ടായിരുന്നു. നമുക്ക് ഏതൊക്കെ വിത്തുകളാ പ്രധാനമായിട്ടും നമ്മൾ നട്ടുകൊണ്ടിരുന്നത്? ഉമ, ജ്യോതി, മുണ്ടോൻ ഒക്കെ നമ്മള് തന്നെ വിത്ത് ഉണ്ടാക്കിയിട്ട് പാറി ഞാറ് നട്ട്. നമ്മളത് ഇപ്പൊ വിത്തിട്ടത് നമ്മുടെ പറമ്പിൽ തന്നെ നിലം ഒരുക്കി വിത്തിടുമായിരുന്നോ അതോ? നിലം ഒരുക്കി വിത്തിടുമായിരുന്നു. എന്നിട്ട് പിന്നെ പറിച്ചു നടും, പാടത്തേക്ക് പറിച്ചു നടും. നിങ്ങള് അപ്പച്ചൻ തന്നെയായിരുന്നോ? പുറത്തുനിന്ന് ആളെ കൂട്ടും. അമ്മ കൂടെ ഉണ്ടായിരുന്നു? ജീവിത പങ്കാളി കൂടെ ഉണ്ടായിരുന്നോ ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട്? പിന്നെ നമ്മൾ പുറമേന്ന് ആളെ വിളിച്ചു. അന്നൊക്കെ ആളുണ്ടായിരുന്നു അല്ലെ? പാടത്ത് പണിക്ക് ആളെ ഇപ്പൊ കിട്ടാനില്ല, അന്നുണ്ടായിരുന്നു. ഓക്കെ. അപ്പം അന്ന് അങ്ങനെയൊക്കെ ചെയ്ത് അപ്പൊ നമുക്ക് അത്യാവശ്യം ദൈവം ഗ്രഹിച്ച് വലിയ കുഴപ്പമില്ലാതെ കഴിഞ്ഞു പോയി. പ്രാണികളും കീടങ്ങളൊക്കെ അതിന് മരുന്നടിച്ച് അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. പറമ്പിൽ എന്തൊക്കെയായിരുന്നു വേറെ? പറമ്പില് താഴ്ത്തായിരുന്നു പെര, പഴയ പെര. അത് പൊടിച്ചു കഴിഞ്ഞ് ഇങ്ങോട്ട് മാറ്റി പിന്നെയാണ് അവിടെ ജാതിയും തെങ്ങും ഒക്കെ വെച്ച് അടയ്ക്കവരൊക്കെ വെച്ച് കൃഷി കഴിഞ്ഞ് ജാതിയും നല്ല കാവലും ഉണ്ടായി. ജാതിയാണ് നമുക്ക് മെയിനായിട്ട് ഇപ്പൊ പറമ്പിലുള്ളത്. എന്റെ താഴത്തുള്ള പാടം ഞാൻ മേടിച്ചതാ. 20 സെന്റ് വേറെ ഒരാളും മേടിച്ചതാ. അപ്പൊ മേടിച്ചിട്ട് 37 കൊല്ലത്തുള്ളൂ. അതിനകത്ത് അതിന്റെ എറമ്പൂരി ജാതി വെച്ച് കഴിഞ്ഞിട്ട് 2020 തോട് കെട്ടി കഴിഞ്ഞപ്പോ അതിന്റെ ഉള്ളിൽ വെള്ളം നിന്ന് ജാതി ഒരു 3-4 ചീഞ്ഞു. എങ്ങനെയും 50,000 രൂപ എനിക്കൊരു ആന്റി കിട്ടണമായിരുന്നു. പിന്നെ കുടിക്കാത്തുള്ള ജാതി മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോ പറമ്പില് നമ്മള് പ്രത്യേകം നിലം ഒരുക്കി അവിടെ വിത്തിടുമെന്ന് പറഞ്ഞല്ലോ. അത് എത്ര ദിവസം കഴിയുമ്പോൾ നമ്മൾ പറിച്ചു? 30 ദിവസം കഴിയുമ്പോ പറിച്ചു. 30 ദിവസം അല്ലെ? ഏത് വിത്തിട്ടാലും ഏകദേശം 30 ദിവസമാണ്. 30 ദിവസം കഴിഞ്ഞിട്ട് നമ്മള് പാടം അന്നേരം എങ്ങനെ ഒരുക്കണേ? പാടം അന്നേരം കണ്ണാലെല്ലാം പൊട്ടി ഉഴുത് മറിച്ച്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വണ്ടിയൊക്കെ ഇറങ്ങിയത്. അന്ന് പണ്ടത്തെ നമുക്ക് കാളയോ അങ്ങനെ ഉണ്ടായിരുന്നോ? കാള ഉണ്ടായിരുന്നു. ആ ഉപകരണങ്ങളെല്ലാം ഉണ്ടായിരുന്നു. കലപ്പ് എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ പോയി, നിലവിലില്ല. ഓക്കെ. അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് കാളയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. കാളേനെ വെച്ച് കാളേനെ പൂട്ടി നമ്മൾ ഉഴുത് മറിച്ചിട്ട നിലത്തില് നമ്മള് ഈ ഞാറ് കൊണ്ട് നടുക. 30 ദിവസത്തിന് ശേഷം കഴിയുമ്പോ അന്നേരമാണ് നമുക്ക് കൂടുതൽ എക്സ്ട്രാ ആളുകൾ വരേണ്ടത്. പിന്നെ കൊയ്യാൻ ആളെ കൂട്ടണം. പറമ്പിൽ ചെയ്യുമ്പോ നമുക്ക് നമ്മൾ തന്നെ ചെയ്താൽ പോരെ? അതിനും പുറമേ ആള് വേണം? അത് വേണ്ട, നമുക്ക് തന്നെ അധ്വാനിക്കാനുള്ളത്. അങ്ങനെ അധ്വാനിച്ച് പാടത്ത് നമ്മള് ഞാറ് നട്ട് പിന്നെ എത്ര നാൾ കഴിയുമ്പോൾ അതിന്റെ വിളവെടുപ്പ്? 3 മാസം കഴിയുമ്പോൾ വിത്തിന്റെ വ്യത്യാസം പോലെ ഇരിക്കും. ചിലപ്പോ ഇച്ചിരി കൂടുതൽ കുറവൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഞങ്ങള് പണിയുന്നത് ഉമയാ. അപ്പൊ അത് ഏലായിന്ന് അതിന്റെ വിത്ത് കിട്ടി കഴിഞ്ഞിട്ട് മറ്റേ വണ്ടി കൊണ്ടൊന്ന് കൂട്ടി അവര് തന്നെ നട്ടുവരും. കഴിഞ്ഞ കൊല്ലം. അപ്പൊ അതിന് കാശ് ഒത്തിരി ഇളവുണ്ട്. പിന്നെ കുറെ നെല്ല് കൊടുത്ത് കഴിഞ്ഞ കൊല്ലം, ഈ കൊല്ലം കുറച്ച് നെല്ല് കൊടുത്ത്
അങ്ങനെ നമ്മളപ്പോ ഒരു വിത്തിന്റെ ഇതനുസരിച്ച് ഒരു 3 മാസം ആ ഒരു കാലയളവിന് ശേഷം കൊയ്തെടുത്ത് അത് മെതിച്ചെടുത്ത് വൈക്കോലും നെല്ലും ആക്കി രണ്ടാക്കിയിട്ട് നമ്മള് ഉണക്കി സൂക്ഷിക്കും അല്ലെ, പുഴുങ്ങി ഉണക്കി സൂക്ഷിക്കും. അതിനൊക്കെ ഉള്ള സജ്ജീകരണങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നു ഇവിടെ, എല്ലാം ഉണ്ടായിരുന്നു. പുഴുങ്ങാനുള്ള പാത്രങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാ പറ്റും തന്നെയാണ്, ഇപ്പോഴും പുറത്ത് തന്നെയുണ്ട്. ഇവിടുത്തെ മൗടിയൊക്കെയാണ്. അപ്പൊ അങ്ങനെ ഒരു സന്തോഷമായിരുന്നു, അധ്വാനം ഉണ്ട് അതിന്റെ ഒപ്പം. അപ്പൊ അന്നത്തെ ഒരു ഇപ്പോ കാളേനെ പൂട്ടി നമ്മള് ചെയ്യുന്ന അതൊരു അധ്വാനം ഉണ്ട്, ശരിയാണെങ്കിൽ അതായിരുന്നു. അതോ ഇപ്പോ മെഷീൻ വെച്ച് ചെയ്യുന്നതാണോ നമുക്ക് നിലത്തിന് നല്ലത്? നിലത്തിന് നല്ലത് പണ്ടത്തെയാണോ അതോ ഇപ്പോഴത്തെയാണോ? പണ്ടത്തെ നമുക്ക് ഇഷ്ടമുള്ളപ്പോ പണിയാ, ഇഷ്ടമുള്ളപ്പോ കൊയ്യാം, ഇഷ്ടമുള്ളപ്പോ വിത്തിറക്കാം. അങ്ങനത്തെ ഇപ്പൊ വരുന്ന വണ്ടിക്കാരന്റെ വണ്ടിയുടെ സൗകര്യം നോക്കിയിട്ട് വേണം നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നീങ്ങാൻ. അവര് വണ്ടി ഒന്ന് വന്നാൽ നമ്മളെ തീർത്ത് അങ്ങനെ പോണേ, തീർത്ത് പോകും. അങ്ങനെ തന്നെയാണ്. അപ്പച്ചന്റെ കുടുംബത്തെ കുറിച്ചാണ് ഇനി ചോദിക്കാനുള്ളത്. നമുക്ക് കല്യാണം ഏത് വർഷമായിരുന്നു? എന്റെയോ 69. എവിടെന്നാ നമ്മള് കല്യാണം കിട്ടിയത്? വാഴക്കുളത്താണ്. അവിടെ വീട്ടുപേര് ഓർമ്മയുണ്ട്? ആശാൻകുടി. ഭാര്യയുടെ പേരൊന്ന്? ശോശാമ. ഓക്കെ. അങ്ങനെ കല്യാണം കഴിച്ചു വന്നു. എത്ര മക്കളാണ്? എനിക്ക് ഒരാണൊരു പെണ്ണും. കൊച്ചിനെ ഇങ്ങോട്ട് കല്യാണം കഴിച്ചു? കൊച്ചിന് വാഴക്കുളത്തേക്ക് തട്ടിയിട്ട് അങ്ങോട്ട് തന്നെയാണ്, ചെമ്പറക്കി. ഭാര്യയുടെ വീടിന്റെ അടുത്ത് തന്നെ ആണല്ലേ? മകന്റെ കൂടെ താമസിക്കുന്നു. ആളെന്ത് ചെയ്യുന്നു? ആള് ഇപ്പൊ ഈ ഫാർമസി പഠിച്ചതായിരുന്നു, ഇപ്പൊ ജോലിക്കൊന്നും പോണില്ല. ഓക്കെ. അങ്ങനെ മക്കളുമായിട്ട്, മക്കളുടെ കൊച്ചുമക്കളൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിച്ചു പോരുകയാണ്. മോക്ക് എത്ര മക്കളുണ്ട്? നമുക്ക് 2 പെൺപിള്ളേരാണ്. അവരുടെ കല്യാണമൊക്കെ കഴിയേണ്ട പ്രായമായോ? പ്രായമായി. കല്യാണം കഴിഞ്ഞിട്ടില്ല. മോന് 2 പെൺപിള്ളേരാണ്. അവരും ആ ഒരു പ്രായമൊക്കെ ആയി നിൽക്കുകയാണോ? പ്രായമായി. ഓക്കെ, സന്തോഷം. അപ്പൊ അങ്ങനെ സന്തോഷമായിട്ട് മക്കളുടെ കൂടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്നു. ഇത്ര നാളത്തെ ജീവിതത്തില് നമുക്കിപ്പോഴും മനസ്സില് സന്തോഷം ആയിട്ട് നിൽക്കുന്ന അനുഭവങ്ങള് ഒന്ന് പങ്കുവയ്ക്കാവോ? ഇപ്പോഴും നമ്മൾ ഓർക്കുമ്പോ അതൊരു സന്തോഷമായിട്ട് നമ്മുടെ മനസ്സിലേക്ക്, നമുക്ക് മുഖത്തിനൊരു പുഞ്ചിരി നൽകുന്ന, ഇപ്പോഴും അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ? സന്തോഷം ഞാൻ പറഞ്ഞില്ലേ, മരിക്കാൻ മുമ്പുള്ള സന്തോഷം, അതിൽ പിന്നെ ഒരു ബുദ്ധിമുട്ടാണ് വന്നേക്കുന്നത്. ജീവിത പങ്കാളിയുടെ വേർപാടിന് ശേഷമുള്ള ഒരു സങ്കടാവസ്ഥ, അതെല്ലാവർക്കും ഉള്ള ഒരു സങ്കടാവസ്ഥയാണത്. അതിനു മുമ്പ് നമ്മള് ഇത്രമാത്രം സന്തോഷിച്ച് നിങ്ങൾ ഒരുമിച്ചായിരുന്നു. കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ട്, ആട് കാര്യങ്ങളൊക്കെ, പശു വളർത്തൽ, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോ ഇതൊക്കെ ആയിരുന്നു, നിങ്ങൾ ഒരുമിച്ചായിരുന്നു, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ടായിരുന്നു. എങ്ങനെ നിങ്ങൾ സ്ഥലങ്ങളൊക്കെ ചുറ്റിക്കറങ്ങാൻ അങ്ങനെ എന്തെങ്കിലും പോയിട്ടുണ്ടോ പണ്ട് കാലത്ത്? ചുറ്റിക്കറങ്ങാൻ പോയിട്ടില്ല. നമ്മള് ഈ കിഴക്കമ്പലം ചുറ്റിപ്പറ്റി തന്നെയായിരുന്നു പോകാനുള്ള സാഹചര്യം. പിന്നെ ചെറുപ്പത്തിലൊക്കെ ഈ ഹൈ റേഞ്ച് ഭാഗത്തേക്കൊക്കെ പണിക്കൊക്കെ പോയിട്ടുണ്ട്. വിവാഹത്തിനൊക്കെ മുമ്പ് ഹൈ റേഞ്ചിലൊക്കെ ഇങ്ങനെ കൂലിപ്പണിയായിട്ടാണ് അതോ മുളക് വയ്ക്കാൻ? കുരുമുളക് കുറയ്ക്കാന കാര്യം. അതൊക്കെ ഏത് കാലഘട്ടമായിരുന്നു? വർഷമൊക്കെ ഓർക്കണ്ടോ? എന്തായാലും കല്യാണത്തിന് മുമ്പായിരുന്നു. അത് തന്നെ പോവായിരുന്നു അതോ തന്നെയല്ല വേറെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു? പഴയ പള്ളീനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഓർമ്മ? എനിക്ക് വെക്കുമ്പോ ഓട് വെച്ച പള്ളിയായിരുന്നു. ഓട് വെച്ച പള്ളിയായിരുന്നു. ഞാൻ പള്ളി പോയി. ആ കാലഘട്ടം കഴിഞ്ഞ് ആ പള്ളി പൊളിച്ചു കഴിഞ്ഞിട്ടാണ് വേറൊരു പള്ളി അവിടെ അന്ന് കൂടാഴ്ചയച്ചൻ, തൊമ്മൻകുടിയച്ഛനും കൂടെ ഇരിക്കുന്ന കാലാണ് എന്റെ ഓർമ്മ. അച്ഛന് തൊമ്മൻകുടിയച്ഛന്റെ കാല് എങ്ങാണ്ട് ഒടിവുപറ്റിയിട്ട് അച്ഛന് ഈ കാലും സുഖമില്ലാണ്ട് നാട്ടിലൊക്കെ പിരിവെടുത്ത്, ഇടവക്കാരോടൊക്കെ പിരിവെടുത്ത് പണിതാണ് ഇപ്പൊ രണ്ടാമത് പൊളിച്ച പള്ളി. അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായി. അന്നൊക്കെ പള്ളിയായിട്ട് വളരെ സജീവമായിട്ട് നിന്നുകൊണ്ടിരുന്ന ആളാണ്. നമുക്ക് പള്ളിക്ക് ഞാൻ കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ 10 പൈസ കുടിച്ചില്ല പള്ളി പോകുന്നില്ല. അതൊക്കെ സന്തോഷമുള്ള കാര്യങ്ങൾ. അതിന്റെ ഒരു അനുഗ്രഹം നമുക്കുണ്ട്. ഇന്നത്തെ തലമുറയോട് നമുക്ക് എന്താ പറയാനുള്ളത്? അവർക്കൊരു ഉപദേശമായിട്ട് കൊടുക്കാനായിട്ട് നമുക്ക് നല്ല വഴി പറഞ്ഞു കൊടുക്കും. നല്ല വഴി, പള്ളിയിൽ പോകണം, ശരിക്കും പഠിക്കണം, വിദ്യാഭ്യാസമൊക്കെ നന്നായിട്ട് നേടണം, ആരാധനയുമായിട്ട് ദേവാലയമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പോകണം.
പിന്നെ മറ്റെന്തെങ്കിലും മറ്റൊരു തെറ്റുകുറ്റങ്ങൾ അവരിൽ കണ്ടിട്ടില്ല. ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. തെറ്റുകുറ്റങ്ങളൊന്നും ഇല്ലാതെ ക്രമീകരിച്ചു പോകും. എല്ലാവർക്കും നന്മകളൊക്കെ ചെയ്ത് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാനുള്ള ഒരു ഉപദേശമാണ് അപ്പച്ചന് കൊടുക്കാനുള്ളത് അല്ലേ? ഓക്കെ. പാട്ട് പാടുന്ന ഒരു ശീലം ഉണ്ടോ? മൂളിപ്പാട്ടെങ്കിലും എന്നാലും ഇല്ല. ഓക്കെ, സന്തോഷം, കുഴപ്പമില്ല, സന്തോഷമുണ്ട്. ഇത്ര വർഷത്തെ ഒരു അധ്വാനങ്ങൾക്കൊക്കെ ശേഷം ഇപ്പോ നമ്മളൊരു വിശ്രമ ജീവിതത്തിലാണ്, സ്വസ്ഥമാണ്, പ്രാർത്ഥനയോടുകൂടി ഒക്കെയാണ് നമ്മള്. അപ്പോ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം, ഞങ്ങളോട് കൂടെ, ഞങ്ങളോടൊപ്പം തന്നെ സഞ്ചരിച്ചു. സന്തോഷമുണ്ട്. ചോദ്യങ്ങൾക്കെല്ലാം നല്ല രീതിയിൽ തന്നെ മറുപടികൾ നൽകി. ഒത്തിരി സന്തോഷം. അപ്പോ ആയുസ്സോടും ദീർഘായുസ്സോടും കൂടി ഇരിക്കട്ടെ. പ്രാർത്ഥനയിലുണ്ടാവും, പ്രാർത്ഥിച്ചോളാം. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടിയും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക. താങ്ക് യു. പുതിയ വിശേഷങ്ങളുമായി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.